കൊല്ലം ഇത്ര യാത്രക്കാർ നിൽപ്പുണ്ട്. ഇത്ര പേര് യാത്രക്കാർ കൊല്ലത്ത് പോകുന്ന ആൾക്കാരെ. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൊല്ലം പോകുന്ന ആൾക്കാർ. ഒരാൾ പോലും വണ്ടി കയറുന്നു, ഒരാൾ പോലും വരത്തില്ല. അവരൊക്കെ KSRTC നോക്കിയിരിക്കുവാണ്. KSRTC പ്രിയദർശിനി ബസ് നോക്കിയിരിക്കുക. അവരല്ല സൗജന്യ യാത്രയില്ലേ. നമ്മുടെ അവസ്ഥ ഉണ്ടോ? വണ്ടിക്കകത്ത് ഒരു സ്ത്രീയെ കണ്ടാ കയറി ഒരാൾ. 2 പെൺപിള്ളേരും ഒരു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെക്കുള്ള കുടുംബം നമ്മളിത് എങ്ങനെ കൊണ്ടുപോകുന്നു പറ? ഈ ഒറ്റ വരുമാനം കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കും? UDF അധികാരത്തിലെത്തുവാനായിട്ട് മുന്നോട്ട് വെച്ച 2 കാര്യങ്ങളാണ് മോഡിഫിക്കേഷനും KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയും. മോഡിഫിക്കേഷൻ പാതി വഴിയിൽ നിന്നെങ്കിലും KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര യാഥാർത്ഥ്യമായി. സ്ത്രീകളെല്ലാം സൗജന്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, സ്വകാര്യ ബസ് ജീവനക്കാർ. ഈ KSRTC ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ പോലെ തന്നെ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ക്ലീനറിനും ഒക്കെ ഉണ്ട് കുടുംബം. അവരുടെ കുടുംബങ്ങളൊക്കെയാണ് വഴിയാധാരമാകാൻ പോകുന്നത്. ഇതൊക്കെ ആര് കാണും? ഇതിനൊന്നും ഒരു ചോദ്യവും ഇല്ല, ഉത്തരവും ഇല്ല. ഇതെല്ലാം നമ്മൾ പാവപ്പെട്ടവർ തന്നെ സഹിക്കണം. ഒരു കൂട്ടം ആളുകൾ സന്തോഷിക്കുമ്പോൾ ഒരു പറ്റം ആൾക്കാർ സങ്കടത്തിലോട്ട് മുങ്ങിത്താഴുകയാണ്.